എന്തൊരു ചൂട്! ഇങ്ങനെ വെയില് തെളിഞ്ഞ കാട്ടുമരങ്ങൾ മാത്രമല്ല, കാട്ടുമൃഗങ്ങളും ഉണങ്ങിച്ചാവും. വിശപ്പ് കൊണ്ട് കുടല് കരിയുന്നതിനിടയില വെയില് കൊണ്ടുള്ള ഈ കരിയല്. ഒരു കാട്ടാനയുടെ ശക്തി ഉണ്ടായിരുന്നേൽ ഈ മരം പറിച്ചൊരു കുടയായി ചൂടാമായിരുന്നു. അതെന്താണ് ആ പോകുന്നത്? പറക്കും തളികയോ? ഏയ് അല്ല, പറക്കും തളിക ആകാശത്തിലൂടെയല്ലേ പോകുന്നത്. ആ നോക്കട്ടെ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഓഹോ, അപ്പൊ മാനല്ല. മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല. ഓ, അപ്പൊ മീനും അല്ല. പിന്നെ ആരാണ്? അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ആരാടാ അത്? ഇത് മുയലച്ചനായിരുന്നോ? എന്താ കുറുക്കച്ച? ഏയ് ഒന്നുമില്ല. പുറകിന്ന് കണ്ടപ്പോ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഇതെന്താണ് തലയിൽ? ഇതാണ് തൊപ്പിക്കുട. ഈ കാട്ടിൽ വന്ന ഏതോ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയതാണെന്ന് തോന്നുന്നു. ഇത് തലയിലിങ്ങനെ വെച്ചാല് വെയില് കൊള്ളാതെ സുഖായിട്ട് നടക്കാം. കൊള്ളാം. ഇത് കിടുവല്ല, കുട. ഈ കുട കിടുവാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എനിക്കും ഒന്ന് തരാമോ മുയലച്ച? ഇത് തന്നാ പിന്നെ ഞാൻ വെയില് കൊള്ളില്ലേ? മുയലച്ച, 2-3 ദിവസമായി എന്തോ ഒരു ക്ഷീണം പോലെ. എത്രയും വേഗം കാട്ടുവൈദ്യനെ പോയി ഒന്ന് കാണണം. ഇനിയും ഞാൻ വെയില് കൊണ്ടാ ഞാൻ ക്ഷീണിച്ച് ചത്തുപോകും. അതുകൊണ്ട് ദയവായി മുയലച്ചൻ ഈ കുട തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. വൈദ്യനെ കണ്ടുവന്ന ഈ കുട ഞാൻ മുയലച്ചന്റെ മാളത്തിലെത്തിച്ചേക്കാം. ഒരാശുപത്രി കേസായതുകൊണ്ട് മാത്രം ഞാൻ തരാം. പക്ഷേ ഇന്ന് തന്നെ തിരിച്ചു തന്നേക്കണം. തന്നേക്കാമെന്നേ ഈ കുറുക്കച്ചൻ വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ കുട പിടിച്ചോ. ആഹാ, കിരീടം വെച്ചതുപോലുണ്ട്. എന്നാ പിന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് പൊക്കോ കുറുക്കച്ച. അതെ അതെ, പാട്ട്. ഏത് പാടും? ഓ, കിട്ടിപ്പോയി. മഴ മഴ കുട കുട, മഴ വന്ന തൊപ്പിക്കുട, തൊപ്പിക്കുട മഴ വന്ന തൊപ്പിക്കുട, മഴ മഴ കുട കുട, മഴ വന്നാൽ തൊപ്പിക്കുട. ഈ പാട്ട് ഇങ്ങനെ പാടല്ലേ? അന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ കുറുക്കൻ കുടയും കൊണ്ടുപോയത്? അതെ അതെ. എന്നിട്ടിപ്പോ ആഴ്ച ഒന്നായല്ലോ. കുട എവിടെ? ആ കുറുക്കൻ എവിടെയെന്നറിഞ്ഞാലല്ലേ കുട എവിടെയെന്നറിയാൻ പറ്റൂ. ഓ, നിങ്ങളിങ്ങനെ തറുതലയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കുറുക്കന്റെ വീട്ടിൽ ചെന്ന് വേഗം കുട വാങ്ങിച്ചോണ്ട് വാ. ആ ശരി. അയ്യോ, ആ ചിന്നമ്മയിലാണല്ലോ വരുന്നത്. അവന്റെ കുട ചോദിക്കാനായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് അവനെ പറ്റിക്കണം. ഇല്ലെങ്കിൽ കുട തിരികെ കൊടുക്കേണ്ടി വരും. ഇത് തന്നെ സൂത്രം. വാടാ മഞ്ഞള് ചുക്കുകടുക്ക സോഡാ നീരിൽ അരച്ചു കുടിക്ക. വാടാ മഞ്ഞളും ചുക്കും കടുക്കയും ഒപ്പിച്ചു ഈ സോഡാ നീര്. ഓ, എന്താണാവോ? കുറുക്കച്ച. ആരാ? എന്താ? ഓ, ആ ചിന്നമ്മയിലല്ലേ? എന്താണാവോ? എന്താണെന്ന് മനസ്സിലായില്ലേ? അന്ന് തന്നെ തന്നേക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയ എന്റെ തൊപ്പിക്കുട എവിടെ? എനിക്കത് വേണം. ഓ ഓ അത് മുയലച്ചാ, ഞാൻ അന്ന് വൈദ്യനെ കണ്ട് മരുന്നും വാങ്ങി വരികയായിരുന്നു. ആ പാറക്കെട്ടിനടുത്തുള്ള അമ്മച്ചിപ്പുളിമരത്തിനടുത്ത് എത്തിയപ്പോ പെട്ടെന്നൊരു ശബ്ദം. ഓ, ഈ കാലങ്കോഴി കൂവുന്നത് പോലെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മച്ചിപ്പുളിമരപ്പൊത്തിൽ നിന്ന് വലിയൊരു പുക. അതെന്താ? പുളിമരത്തിന് ആരെങ്കിലും തീയിട്ടോ? ഏയ്, തീയൊന്നുമല്ല, പുക മാത്രം. ആ പുകയുടെ ഉള്ളിൽ ഒരു ഭൂതം.
ഭൂതമോ? ഭൂതം, ഭയപ്പെടുത്തുന്ന ഭീകര ഭൂതം. അയ്യോ! പേടിച്ചു വിറച്ചു നിന്ന എന്നോട് ആ ഭൂത എനിക്ക് തെറ്റിയാൽ അല്ല, ആ ഭൂതം പറഞ്ഞു, ജീവൻ വേണേൽ ആ തൊപ്പിക്കൊടയും തന്നിട്ട് ഓടിക്കോളാൻ. എന്നിട്ട് കുറുക്കച്ച ഓടിയോ? ഏയ്, ഞാൻ പറഞ്ഞു എന്റെ ജീവൻ പോയാലും ഈ തൊപ്പിക്കൊട തരില്ലെന്ന്. അപ്പം ഭൂതം എന്തു പറഞ്ഞു? ഇതെന്റെ ചങ്ങായി മുയലച്ചന്റെ തൊപ്പിക്കുടയാണ്, ഇത് തരില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പം ഭൂതം പറഞ്ഞു, കുട തന്നില്ലെങ്കിൽ നിന്നെ തിന്നുമെന്ന്. നിനക്ക് ജീവൻ വേണോ അതോ കുട വേണോന്ന്. ഞാൻ കുടയും കൊടുത്തിട്ട് ജീവനും കൊണ്ട് ഓടി. ഇവിടെ എത്തിയതേ ഞാൻ ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പനി. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ പനി മാറിയിട്ടില്ല. കാര്യം മുയലച്ചനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പനിയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്ന പനി മുയലച്ചനും പകരില്ലേ? ഈശ്വര, എന്റെ തൊപ്പിക്കുട. എന്നോട് ക്ഷമിക്കും മുയലച്ച, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇനി ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഞാൻ എന്തു പറയും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? വേണ്ട വേണ്ട, പറഞ്ഞിടത്തോളം എല്ലാം മതിയായി. ആ തൊപ്പിക്കുട കുറുക്കന് കൊടുക്കണ്ടായിരുന്നു. ഷോ കുഞ്ഞേ, എന്താണ് നിന്റെ മുഖത്തൊരു സങ്കടം? നിന്നെ ആരോ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ആരാണത്? എന്റെ പൊന്ന് കരടിയാശാനെ, എനിക്കൊരു തൊപ്പിക്കുട ഉണ്ടായിരുന്നു. ആ തൊപ്പിക്കുട തിരികെ തന്നോളാമെന്ന് പറഞ്ഞ് ആ കുറുക്കച്ച വാങ്ങിയതാണ്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ തൊപ്പിക്കുടയും തന്നിട്ടില്ല. ചോദിച്ചപ്പോ ആ കുറുക്കൻ പറയുക, അമ്മച്ചിപ്പുളിമരത്തിലെ ആ ഭൂതം തൊപ്പിക്കുട തട്ടിയെടുത്തെന്ന്. അമ്മച്ചിപ്പുളിമരത്തിലെ ഭൂതമോ? ഈ വനത്തിലെ സകല ഭൂതങ്ങളെയും ഒരു മന്ത്രവാദിയായ എനിക്കറിയാം. കുറുക്കൻ പറഞ്ഞതുപോലെ ഒരു ഭൂതവും അമ്മച്ചിപ്പുളിമരത്തിലില്ല. അവൻ നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് നുണയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. അതെന്താണ്? അതവനാ, എന്റെ തൊപ്പിക്കുട തട്ടിയെടുത്ത കള്ളക്കുറുക്കൻ. ആ തൊപ്പിക്കുടയും തലയിൽ വെച്ച് പമ്മി പമ്മി പോണ കണ്ട. മുയലച്ച, നീ ചെന്ന് അവനോട് ചോദിക്ക. അവൻ നിനക്ക് തൊപ്പിക്കുട തരും. ഇല്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചു തരാം. മുയലച്ചൻ ചെല്ല്. വേണ്ടി വന്ന തൃശൂർ പൂരത്തിന് ഉപയോഗിക്കണ മുത്തുക്കുട വരെ ഞാൻ അടിച്ചു മാറ്റും. പിന്നെയാ അവന്റെ ഒരു തൊപ്പിക്കുട. എടാ കള്ളക്കുറുക്ക, എന്റെ തൊപ്പിക്കുട ഇങ്ങ് താടാ. നീ വീണ്ടും വന്നോ? എടാ മുയലച്ച, ഈ കുറുക്കച്ചനെ നിനക്ക് ശരിക്കും അറിയില്ല. അറിയാം, ശരിക്കും അറിയാം. എങ്കി പറ, ആരാ? വടിവെക്കണടത്ത് കുട വയ്ക്കാത്ത ചതിയൻ. എടാ മുയലച്ച, ഞാനാണ് വനഭൂതം. എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ നിന്നെ ഓന്താക്കി മാറ്റും. ജീവൻ വേണേ ഓടിക്കോ. എന്റെ തൊപ്പിക്കുട തരാതെ ഞാൻ പോകില്ല. താടാ, എന്റെ തൊപ്പിക്കുട താടാ. മിണ്ടിപ്പോകരുത്. എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഞാൻ നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. ഹോം ക്രീം, ഹോം ക്രീം, ക്രീം, ഹോം ക്രീം. ആഹാ, എന്റെ തൊപ്പിക്കുട കിട്ടി. അയ്യോ, നിന്നെ പറപ്പിക്കാൻ നോക്കിയിട്ട് ഞാനാണല്ലോ പറക്കണത്. ഇതെന്തോന്ന് മറിമായം? എടാ കള്ള കുറുക്ക, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന എനിക്ക് ചുടാത്ത കുറുക്കനെ പറപ്പിക്കാനും അറിയാം. അതിന് മന്ത്രവാദമൊന്നും വേണ്ടടാ. അയ്യോ! പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴിയൊരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ? പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്ത് ചെയ്യും?
അറിയില്ല മുയലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്തു വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായമൊക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ? വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രുവാമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേ ഉള്ളൂ. എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ടാ, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ വാമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും,
അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കൻ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി. അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം. ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ കുഴപ്പമില്ല, നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. ശോ, മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു. കിളിപ്പെണ്ണേ, ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. കിളിപ്പെണ്ണേ കിളിപ്പെണ്ണേ, നീ വരുന്ന വഴിയിൽ എവിടെങ്കിലും ഇട്ടൻകുറുക്കനെ കണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ ആ പാറപ്പുറത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു. ഇട്ടരെ നിങ്ങൾക്കെല്ലാവർക്കും പേടിയാണല്ലേ? കിളിപ്പെണ്ണിനെ അറിയാമോ? ഇന്നലെയും അവൻ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയി. ദുഷ്ടൻ, അവനെ പേടിച്ച് കാട്ടിൽ ജീവിക്കാൻ വയ്യാതായി. ദാ തടിയൻ മുയൽ വരുന്നുണ്ടല്ലോ. ശ്ശോ, നേരത്തെ ഈ കുറുക്കനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പതാ ഈ തടിയനെ പേടിക്കണം. നമ്മളെക്കാൾ തടിയും വലുപ്പമുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. നമ്മളും മുയലുകളാണെന്ന ഒരു സ്നേഹവുമില്ല. നിന്നോട് ഇവിടുത്തെ ക്യാരറ്റുകൾ തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും നീ ഒക്കത്തിനും കോഴിക്കുഞ്ഞിന്റെ വലിപ്പമേ ഉള്ളൂ. ഞാൻ ശരിക്കൊന്ന് ഊതിയാൽ എല്ലാം പറന്നു പോകും. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് നടന്നോണം. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ എടുത്ത് കുളത്തിലെറിയും. തടിയൻ ചേട്ടാ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
പിന്നെ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? അതു ശരിയാ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. എടാ, നീ മരത്തിലെ കാര്യം നോക്കിയാ മതി. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, തലയിലൊന്നുമില്ലല്ലേ? ഇപ്പൊ തലയിലുമായി. ഓടിക്കോ ഓടിക്കോ, ഇട്ടൻ വരുന്നേ, ഓടിക്കോ. അമ്മോ, കിളിപ്പെണ്ണേ, പിന്നെ കാണാം. ചങ്ങാതി, പിന്നെ കാണാം. ഈ ഇട്ടൻ കുറുക്കനെ കൊണ്ട് തോറ്റല്ലോ. എന്നെ ഇപ്പൊ പിടിക്കുവേ. എന്നില്ല. അമ്മോ, തടിയൻ ചേട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ആ തടിയൻ ചാവുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്, എന്തായാലും അതും നമ്മളിൽ ഒരാളല്ലേ. അനുക്കുട്ട, ആ മുയലുകൾ നമ്മുടെ അടുത്തേക്കാണല്ലോ ഓടി വരുന്നത്. അവർക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന് തോന്നുന്നു. കുരങ്ങച്ചാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി കൂട്ടുകാരെ? ഞങ്ങളിൽ നിന്നും ഒരു മുയലിനെ ആ ഇട്ടൻ കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. അവനാ പാറപ്പുറത്തിരിപ്പുണ്ട്. ഇട്ടൻ കുറുക്കനെ ഉപദ്രവിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. ഇട്ടനെ പേടിപ്പിക്കുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എന്നാ വേഗം ചെല്ല്. ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ. അമ്പോ, ഞാൻ പോട്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാണായിരുന്നു. കാണാമായിരുന്നു. ആനക്കുട്ട, മമ്മി, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ആ കുറുക്കൻ എന്നെ കൊല്ലുമായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി. ഈ മുയലുകൾ തക്ക സമയത്ത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. നന്ദി ഇവരോടാണ് പറയേണ്ടത്.
ക്ഷമിക്കണം കൂട്ടുകാരെ. ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. നന്ദി. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് വഴക്കിടില്ല. എന്നോട് ക്ഷമിക്കണേ. ഞങ്ങൾക്ക് തടിയൻ ചേട്ടനോട് ഒരു ദേഷ്യവുമില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? തീർച്ചയായും സന്തോഷമായി. നന്ദി ആനക്കുട്ട. എവിടെയും പഴങ്ങൾ, നിറയെ പഴങ്ങൾ. ഹായ് ഹായ്, ഇത് തിന്നാൻ എന്ത് രസമായിരിക്കും. ഈ പഴങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമായി. അണ്ണാറക്കണ്ണ, നീ ഒരു ഭാഗ്യവാൻ തന്നെ. എത്ര ഭംഗിയുള്ള പഴങ്ങളാണ് നീ തിന്നുന്നത്. അതിനെന്ത് സ്വാദായിരിക്കും. ഹായ്. ഏയ് അണ്ണാറക്കണ്ണ, കുറച്ച് പഴങ്ങൾ എനിക്ക് കൂടി താഴേട്ട് തരാമോ? ഈ പഴങ്ങളൊന്നും മുയലുകൾക്ക് തിന്നാൻ പാടില്ല. അതാണ് കാട്ടിലെ നിയമം. നീ പോയി കാട്ടിലെവിടെയെങ്കിലും നല്ല ക്യാരറ്റ് കിട്ടുവോ നോക്ക്. ചേടാ അണ്ണാനെ, ഒരു പഴം പോലും നീ എനിക്ക് തന്നില്ലല്ലോ. എനിക്കും കിട്ടുമടാ പഴം. അപ്പോൾ നീ ചോദിച്ചാൽ ഞാനും തരില്ല. എങ്ങനെയും ഈ പഴങ്ങൾ കഴിക്കണം. ഇതിന്റെ സ്വാദറിയണം. കുരങ്ങൻ ചേട്ടാ, എനിക്ക് കൂടി കുറച്ച് പഴങ്ങൾ തരാമോ? എനിക്കും പഴങ്ങൾ വലിയ ഇഷ്ടമാണ്. നിനക്കും പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണെന്നോ? നല്ല കാര്യം. പക്ഷേ നീ തന്നെത്താൻ മരത്തിൽ കയറി പഴങ്ങൾ പറിച്ച് തിന്നാ മതി. മുയലച്ഛന് നല്ല ആരോഗ്യമില്ലേ? പിന്നെ എന്തിനാണ് യാചിക്കുന്നത്? മരത്തിൽ കയറി പറിച്ച് തിന്നോളൂ. നല്ല ഓട്ടക്കാരനല്ലേ? മരത്തിലൊന്ന് ഓടി കയറി നോക്ക്. എല്ലാവരും പഴം കഴിക്കുന്നു. എനിക്ക് മാത്രം പഴങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ലല്ലോ. ചോദിച്ചിട്ട് ആരും തരുന്നുമില്ല. എങ്ങനെയും മരത്തിലെ പഴങ്ങൾ കഴിക്കണം. ഇല്ലെങ്കിൽ കൊതി കൊണ്ട് ഞാനിപ്പോ ചത്തുപോകും. അവൻ പറഞ്ഞതുപോലെ മരത്തിൽ കയറി നോക്കാം. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പഴം കഴിക്കാമല്ലോ. ഏയ് നോക്കിക്കേ നോക്കിക്കേ. ഏയ് അത് നോക്കിക്കേ. മരത്തിൽ കയറുന്നത് ആരാണ്? ആരാണ് ആരാണ് ആരാണ്? അത് നമ്മുടെ മുയലച്ഛനല്ലയോ? മരത്തിൽ കയറിയ മുയലച്ഛൻ മരത്തീന്ന് വീണേ. എങ്ങനെ വീണേ? പത്തോന്ന് വീണേ. ആ കുരങ്ങന്മാരെന്നെ കളിയാക്കുകയാണല്ലോ. വീഴ്ചയും പരിഹാസവും. പഴങ്ങൾ പറിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞു. ഇനി എന്ത് ചെയ്യും? എങ്ങനെയും മരത്തിൽ നിന്ന് പഴം കഴിക്കുവാൻ മുയലിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കഴിയാതെ വന്നപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. അവൻ നിരാശനായി കാട്ടിലുള്ള പാറയുടെ മുകളിൽ വിഷമത്തോടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു സന്യാസി നടന്നു വന്നു. കുഞ്ഞേ, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സ്വാമി, മരങ്ങളിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ അടിയന് വലിയ കൊതിയുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ഓ, അതാണോ നിന്റെ വിഷമം? നിന്റെ ആഗ്രഹം സഫലമാക്കാൻ നാം ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് 3 തവണ ഉരുവിട്ടാൽ മതി. ഏത് മരത്തിലുള്ള പഴവും താഴെ വീഴും. സ്വാമി, ഏതാണ് ആ മന്ത്രം? ചപ്പിടു ചടിപിടു
ചപ്പിടു ചടുപിടു ചപ്പിടു ചടുപിടു താഴോട്ട്. ഇങ്ങനെ 3 തവണ ഉരുവിടണം. ഇത് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഉരുവിടുകയും വേണം. അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മംഗളം ഭവന്തു. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ഹായ് ഹായ് ഹായ്. ഹാ, ഇതിന് എന്തൊരു മധുരമാണ്. ഉഗ്രൻ. ഇത്രയും മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണേ. ഓ, പരമഭാഗ്യം. ഇനി അതിൽ നിന്നും കുറച്ച് പഴങ്ങൾ കഴിക്കാം. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. മരത്തിന് മുകളിലിരുന്ന് എന്നെ തള്ളിയിട്ടതാരാണ്? അത് നീയാണല്ലേ? എടാ കള്ള മുയലേ, നീയാണ് എന്നെ തള്ളിയിട്ടതല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, എന്നെ കൊല്ലരുതേ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. എന്താണ് സംഭവിച്ചതെന്ന് വേഗം പറ. വേഗം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... അയ്യോ, എനിക്ക് ഒരു സന്യാസി പറഞ്ഞു തന്ന മന്ത്രം ചൊല്ലി ഞാൻ പഴങ്ങൾ താഴെ വീഴ്ത്തി. അക്കൂട്ടത്തിൽ എങ്ങനെയോ മരത്തിലിരുന്നുറങ്ങിയ ചേട്ടൻ കൂടി താഴെ വീണു പോയതാണ്, അല്ലാതെ ഞാൻ തള്ളിയിട്ടതൊന്നുമല്ല. സന്യാസി നിനക്ക് മന്ത്രം പറഞ്ഞു തന്നോ? എങ്കിൽ ആ മന്ത്രം എനിക്കും പറഞ്ഞതാ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലല്ലേ. അയ്യോ, ചേട്ടന് ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വഴിക്ക് വാ, ഇല്ലെങ്കിൽ നിന്റെ പൊടി പോലും ബാക്കിയുണ്ടായില്ല. ഇവന് മന്ത്രം പറഞ്ഞു കൊടുക്കാതെ രക്ഷയില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ഇവൻ എനിക്കൊരു ശല്യമായി മാറും. ഇവനെ ഓടിച്ചു വിടാൻ ഒരു സൂത്രം പ്രയോഗിക്കാം. ഞാൻ ചേട്ടന് ആ മന്ത്രം പറഞ്ഞു തരാം. പക്ഷേ ഞാൻ പറയുന്ന മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് മന്ത്രം പറഞ്ഞാലേ പഴങ്ങൾ വീഴ്ത്താൻ ചേട്ടന് കഴിയൂ. ശരി, അതൊക്കെ സമ്മതിച്ചു. നീ മന്ത്രം പറഞ്ഞതാ. ശരി ശരി, ഒരുങ്ങിക്കോളൂ. കാതുകൾക്ക് നല്ല കേൾവി ശക്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ദോ അവിടെ ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ചേട്ടൻ മന്ത്രം ചൊല്ലിക്കോ. പഴങ്ങൾ ഒന്നോടെ താഴെ പോരും. ഞാൻ മന്ത്രം പറയുന്ന നേരത്ത് ഇവൻ കൂടി എൻ്റെ അടുത്തു നിന്നാൽ എനിക്ക് കിട്ടുന്ന പഴം ഇവൻ കൂടി തിന്നും. അത് പാടില്ല. ശരി, ഞാൻ ആ മരച്ചുവട്ടിലേക്ക് പോകാം. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എൻ്റെ ധൈര്യം. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുടു ചടുപുടു ചപ്പുടു ചടുപുടു ചപ്പുടു ചടുപുടു താഴോട്ട്. ചപ്പുടു ചടുപുടു ചപ്പുടു ചടുപുടു ചപ്പുടു ചടുപുടു താഴോട്ട്. അയ്യോ അമ്മോ, എന്തൊരു വേദന! ഈ മരങ്ങൾ മുഴുവൻ കുത്തുന്ന പഴങ്ങളാണ്. അയ്യോ, രക്ഷിക്കണേ! അയ്യോ അമ്മോ, അയ്യോ അയ്യോ.